വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തിന് ആശ്വാസമായി അർബൻ ബാങ്കിൽ നിന്ന് പണയം വെച്ച രേഖകൾ തിരികെ നൽകി. പാർട്ടി വരുത്തിവെച്ച ബാധ്യതകൾ എന്ന നിലയിൽ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തെന്ന് NM വിജയന്റെ കുടുംബം പ്രതികരിച്ചു. നിരന്തരം അവഗണനയും ആക്ഷേപവും കോൺഗ്രസിൽ നിന്നുണ്ടായെന്നും മരുമകൾ പത്മജ. ഈ പട്ടയത്തിന് ഞങ്ങളുടെ വീട്ടിലെ 2 ജീവന്റെ വിലയുണ്ട്. ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. ആദ്യം അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് NM വിജയന്റെ എല്ലാ ബാധ്യതകളും നിന്ന് തീർക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് അവർ ഏകപക്ഷീയമായി ഈ 3 കാര്യങ്ങളെ KPCCക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, അത്രേ KPCCയുടെ ഫണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളത് എഗ്രിമെന്റ് ഓക്കെ പറഞ്ഞതാണ്. ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിരിക്കുകയാണ്. ഇത് പാർട്ടി വരുത്തി വെച്ച ബാധ്യത പാർട്ടിയോട് തീർക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു, അവരത് ചെയ്തു. DCC പ്രസിഡന്റിന്റെ രാജി സംബന്ധിച്ച ചോദ്യത്തോട് കർമ്മ എന്നൊന്ന് ഉണ്ടെന്നാണ് പത്മജയുടെ മറുപടി. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, 2 ജീവനുകളുടെ വിലയാണ് ഈ ആധാരത്തിനുള്ളത്, ഈ പട്ടയത്തിനുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് പ്രതികരണം. അപ്പോൾ ഏതായാലും നേരത്തെ ഉണ്ടായ കരാർ അതനുസരിച്ച് ഇപ്പോൾ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചിരിക്കുന്നു എന്നാണ് മരുമകളുടെ പ്രതികരണം. വൈകാരികമായൊരു പ്രതികരണം കൂടി എത്തുന്നു അല്ലേ? തീർച്ചയായും. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖയിലെത്തി മരുമകൾ പത്മജയും മകൻ വിജേഷും ഇവിടേക്ക് എത്തിയ ശേഷം NM വിജയന്റെ അതുമായി ബന്ധപ്പെട്ട വീടിന്റെ സ്ഥലവും അതോടൊപ്പം തന്നെ വീടും പണയം വെച്ചെടുത്ത ആ കടവുമായി ബന്ധപ്പെട്ട അത് പൂർത്തീകരിച്ച് ആ രേഖകളെല്ലാം തന്നെ ആധാരമടക്കമുള്ള രേഖകൾ ഏറ്റുവാങ്ങിയത് അല്പസമയം മുമ്പാണ്. ഇതിനുശേഷമാണ് പത്മജയുടെ വിശദമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. മകൻ വിജേഷും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. എന്തായാലും ഇന്നലെയാണ് KPCC ഇതുമായി ബന്ധപ്പെട്ട ആ ബാധ്യത അടച്ചു തീർത്തത്. 53,23,000 രൂപയാണ് അടച്ചു തീർത്തത്. നേരത്തെ 65 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. വൺ ടൈം സെറ്റിൽമെന്റ് എന്നുള്ള നിലയിലാണ് ഈ തുക കൈമാറിയത്. ഇതോടുകൂടി തന്നെ രേഖകൾ ഏറ്റുവാങ്ങി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആ കടം അത് പൂർണ്ണമായും വീടി എന്നുള്ളത് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്ന കാര്യം. ഈ ആധാരത്തിന് 2 ജീവന്റെ വിലയുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് പണ്ടേ ചെയ്തിരുന്നെങ്കിൽ അച്ഛനും സഹോദരനും മരിക്കില്ലായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. പാർട്ടി വരുത്തിവെച്ച ബാധ്യതകൾ എന്ന നിലയിൽ കോൺഗ്രസ് ആ പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റിയിരിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. പലപ്പോഴും നിരന്തരം വലിയ അവഗണന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്, സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ബാധ്യതകളെല്ലാം ഇനിയും ബാധ്യതകൾ ശേഷിക്കുന്നുണ്ട്, അതെല്ലാം തന്നെ വീട്ടും. ഇതിൽ തങ്ങൾക്ക് ജീവിച്ചല്ലേ പറ്റൂ എന്നുള്ള ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റിന്റെ രാജി ഇന്ന് നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി കർമ്മ എന്നൊന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ NM വിജയൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിലെ 2ാം പ്രതിയാണ് ND അപ്പച്ചൻ എന്നുകൂടി പത്മജ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് ആ ബാധ്യത ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കരാറുണ്ടാക്കി. ആ കരാറിൽ നിന്ന് പല ഘട്ടങ്ങളിലും പിൻവാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം എന്നുള്ള തരത്തിലേക്ക് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. എന്തായാലും ഇതിനുശേഷം ഇവിടെ DCCയിൽ ഉന്നതതല യോഗം ചേർന്നു. അതിനുശേഷം സണ്ണി ജോസഫ് തന്നെ വ്യക്തമാക്കി പാർട്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കും, അത് നിർവഹിക്കുമെന്ന് വ്യക്തമാക്കി. കോൺഗ്രസ് ഇത് കൃത്യമായ രീതിയിൽ തന്നെ നിറവേറ്റി. അത് 53 ലക്ഷം രൂപ വായ്പ അടച്ചു. ആ തുക അടച്ചതോടുകൂടി രേഖകൾ ഇന്ന് ഈ കുടുംബം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇനി മറ്റു ബാധ്യതകളുണ്ട്, അത് തങ്ങൾ തീർക്കും. മറ്റുള്ള ബാധ്യതകൾ അത് കുടുംബം തന്നെ തീർക്കും എന്നാണ് ഇപ്പോൾ NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.